വൈഫൈ എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ് എന്നാ സ്പീഡാ കേരള വിഷൻ എല്ലാവർക്കും ഇന്റർനെറ്റായി എല്ലായിടത്തും നെറ്റായി കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, വണ്ടൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിലേക്ക്. സ്വർണം വിളയുന്ന മണ്ണും തേക്കിൻ കാടുകളുടെ പച്ചപ്പും ചാലിയാർ പുഴയുടെ കുളിരും ചേർന്ന ചരിത്രവും പ്രകൃതിയും ഇഴചേർന്ന് നിൽക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്കാണ്. ഇവിടുത്തെ വികസന വിശേഷങ്ങൾ നമുക്ക് അടുത്തറിയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അമരമ്പലം, ചാലിയാർ, ചുങ്കത്തറ, എടക്കര, കരുളായി, മുത്തേടം, വഴിക്കടവ്, പോത്തുകൽ എന്നീ മലയോര ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. വനങ്ങൾ, പുഴകൾ, കൃഷിയിടങ്ങൾ, മലനിരകൾ, ആദിവാസി ഊരുകൾ ഇങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നിലമ്പൂരിൻ്റെ സവിശേഷത. ഒരു കാലത്ത് മലയോര മേഖല എന്ന നിലയിൽ യാത്രാക്ലേശം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ദൂരെയുള്ള പട്ടണത്തിലെത്താനും കാർഷിക വിളകൾ വിപണിയിലെത്തിക്കാനും എന്തിന് അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിലെത്താൻ പോലും ഇവിടുത്തെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടി. അതോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ ആ പഴയ ചിത്രം ഇന്ന് അതിവേഗം മാറുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊർജം പകരുന്ന കിഫ്ബി വഴി നടപ്പാക്കുന്ന 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളും നിലമ്പൂരിന് ഒരു പുതിയ മുഖം നൽകുന്നു. ഗതാഗതം മുതൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ സമസ്ത മേഖലകളിലും വലിയ കുതിച്ചുചാട്ടത്തിനാണ് നിലമ്പൂർ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഈ വികസന കുതിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലയുടെ രക്തധമനി എന്ന് വിശേഷിപ്പിക്കാവുന്ന റോഡ് ശൃംഖലയുടെ വിപ്ലവകരമായ മാറ്റമാണ്. കിഫ്ബി ധനസഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പാക്കുന്ന പദ്ധതികൾ നിലമ്പൂരിൻ്റെ ഗതാഗത ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ അഭിമാന സ്തംഭമായ മലയോര ഹൈവേയുടെ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നത്. പ്രധാനമായും 3 വലിയ റോഡ് നവീകരണ പദ്ധതികളാണ് ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. ഏകദേശം 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂക്കോട്ടുംപാടം, കളിക്കാവ്, കേരള എസ്റ്റേറ്റ്, കരുവാരക്കുണ്ട് ഭാഗം നവീകരിക്കുന്നതിനായി 131 കോടി 61 ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് നടക്കുന്നത്. ഇതിൽ 64 കോടി 21 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. നിലമ്പൂരിനെയും സമീപ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന റോഡായ പൂക്കോട്ടുംപാടം മൂലേപ്പാടം പാലം റോഡിൻ്റെ 20.5 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി BM&BC നിലവാരത്തിൽ നവീകരിക്കാൻ 101 കോടി 82 ലക്ഷം രൂപയുടെ പദ്ധതി മുന്നേറുകയാണ്. ഇതിൽ 42 കോടി 51 ലക്ഷം രൂപയുടെ പണികൾ കഴിഞ്ഞു. കൂടാതെ 32 കിലോമീറ്ററിലധികം വരുന്ന പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് മുണ്ടേരി സീഡ് ഫാം ഗേറ്റ് റോഡിൻ്റെ സമഗ്ര നവീകരണത്തിനായി 115 കോടി 37 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. അഭിമാനകരമായി ഇതിൽ 92 കോടി 14 ലക്ഷം രൂപയുടെ, അതായത് ഏതാണ്ട് 80% പണികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഈ മലയോര ഹൈവേ ഭാഗങ്ങൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലേക്കും കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും സമീപ പട്ടണങ്ങളിലേക്കുമുള്ള യാത്ര അനായാസമാകും. യാത്രാസമയം ഗണ്യമായി കുറയുന്നത് വഴി വാണിജ്യ ടൂറിസം മേഖലകളിൽ വലിയ ഉണർവുണ്ടാകും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും വിപണിയിലെത്തിക്കാൻ സാധിക്കും. ഇത് ഈ മേഖലയുടെ ആകെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറും എന്നതിൽ സംശയമില്ല. മികച്ച റോഡുകൾക്കൊപ്പം നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി
കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികൾ നിലമ്പൂർ മണ്ഡലത്തിനും വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചത്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ഈ നവീകരണ യജ്ഞം നടക്കുന്നത്. വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ നിലമ്പൂർ മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ലഭിച്ചു. കില, കൈറ്റ്, വാപ്കോസ്, ഇൻകൽ ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികളാണ് ഈ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ആകർഷകമായ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ചുറ്റുമതിലുകൾ എന്നിവയെല്ലാം ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. അനുവദിച്ച ഫണ്ടിന്റെ വലിയൊരു ഭാഗം ഇതിനകം വിനിയോഗിച്ചു എന്നത് പദ്ധതികളുടെ വേഗതയും കാര്യക്ഷമതയും വ്യക്തമാക്കുന്നു. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും മികച്ച അന്തരീക്ഷം ഒരുക്കുന്നതിനൊപ്പം പ്രത്യേകിച്ച് മലയോര ആദിവാസി മേഖലകളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും നിലമ്പൂർ പിന്നോട്ടല്ല. നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 1,25,00,000 രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കോളേജിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പഠന ഗവേഷണ സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കും. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിന്റെ സമ്പത്ത്. ആരോഗ്യരംഗത്തും കിഫ്ബി സഹായത്തോടെയുള്ള പദ്ധതികൾ നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന 2 പ്രധാന പദ്ധതികളുടെ പ്രയോജനം നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. വൃക്ക രോഗികൾക്ക് ആശ്വാസമായി കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നതിനായി KMSCL വഴി നടപ്പാക്കുന്ന 50 കോടിയുടെ സംസ്ഥാനതല ഡയാലിസിസ് സെന്റർ പദ്ധതിയും, പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക തലത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനായി KMSCL വഴി നടപ്പാക്കുന്ന 236 കോടിയുടെ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായുള്ള 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകളും ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. ഇവയ്ക്ക് പുറമെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായുള്ള ഒരു വലിയ പദ്ധതി കിഫ്ബിയുടെ സജീവ പരിഗണനയിലുണ്ട് എന്നത് ഈ മേഖലയിലെ ആരോഗ്യരംഗത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വിദഗ്ധ ചികിത്സകൾക്കായി കോഴിക്കോട്ടേക്കും മറ്റ് ദൂരസ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരുന്ന സാധാരണക്കാരുടെ ദുരിതത്തിന് വലിയൊരളവിൽ പരിഹാരമാകും. കായിക രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് നിലമ്പൂർ. യുവതലമുറയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നിലമ്പൂരിൽ ഒരു മിനി സ്റ്റേഡിയം ഒരുങ്ങുകയാണ്. കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 18,30,00,000 രൂപ ചെലവഴിച്ചാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇതിനകം 13,89,00,000 രൂപയുടെ, അതായത് 75% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഫുട്ബോൾ ഗ്രൗണ്ട്, സിന്തറ്റിക് ട്രാക്ക്, ഗ്യാലറി, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഈ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ നിലമ്പൂരിലെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുങ്ങും.
വലിയ കായിക മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ നിലമ്പൂർ സജ്ജമാകും. ജലവിഭവ രംഗത്തും നിലമ്പൂരിന് ശുഭവാർത്തയുണ്ട്. നിലമ്പൂരിന്റെ ജീവനാഡിയായ ചാലിയാർ പുഴയ്ക്ക് കുറുകെ കളത്തുംകടവിൽ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ വേനൽക്കാലത്ത് ജലസേചനത്തിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനും പുഴയുടെ ഇരുകരകളിലുമുള്ളവർക്ക് എളുപ്പത്തിൽ അക്കരയ്ക്കെത്താനും സാധിക്കും. ഇത് കാർഷിക മേഖലയ്ക്കും ഗതാഗതത്തിനും ഒരുപോലെ പ്രയോജനകരമാകും. ഇവയ്ക്കെല്ലാം പുറമെ മറ്റ് നിരവധി സുപ്രധാന പദ്ധതികളും നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിന് കരുത്തേകുന്നുണ്ട്. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ റവന്യൂ വകുപ്പ് നിലമ്പൂരിൽ ഒരു റവന്യൂ ടവർ നിർമ്മിക്കാനുള്ള പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി അന്തസ്സോടെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ സൗകര്യമൊരുക്കുന്ന ആധുനിക ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഇംപാക്ട് കേരള ലിമിറ്റഡ് വഴി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന 28 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനം നിലമ്പൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. കോവിഡാനന്തര ലോകത്ത് പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയും നിലമ്പൂരിലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകും. പ്രിയ പ്രേക്ഷകരെ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഈ മലയോര മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു നേർക്കാഴ്ച മാത്രമാണ്. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോൾ ഗതാഗത രംഗത്ത് ഒരു പുതിയ യുഗമാണ് പിറക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വിദ്യാലയങ്ങൾ, അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുമ്പോൾ മിനി സ്റ്റേഡിയം കായിക സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്നു. ആരോഗ്യരംഗത്തും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ മുന്നേറ്റമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളിലൂടെ സാധ്യമാകുന്നത്. ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ അത് നിലമ്പൂരിലെ ഓരോ പൗരന്റെയും ജീവിതത്തിൽ പുരോഗതിയുടെയും പ്രതീക്ഷയുടെയും പുതിയ അധ്യായമാണ് എഴുതി ചേർക്കുന്നത്. ഈ വികസന മുന്നേറ്റം നിലമ്പൂരിനെ കൂടുതൽ ശോഭനമായ സമൃദ്ധമായ ഒരു ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തും എന്നതിൽ സംശയമില്ല. പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളും റബ്ബർ തോട്ടങ്ങളും ചെറുതും വലുതുമായ കുന്നിൻ ചെരുവുകളും ഊർജ്ജസ്വലമായ ഗ്രാമീണ ജീവിതവും ചേർന്ന വണ്ടൂർ നിയോജക മണ്ഡലം. വണ്ടൂർ, തിരുവാലി, കാളിക്കാവ്, കരുവാരക്കുണ്ട്, മമ്പാട്, പോരൂർ, ചൊക്കാട്, തുവ്വൂർ എന്നീ 8 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ നിയോജക മണ്ഡലം. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സവിശേഷമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ നാട് മലയോര മേഖല എന്ന നിലയിൽ അതിൻ്റേതായ വെല്ലുവിളികൾ മുൻകാലങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മറ്റ് പട്ടണങ്ങളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങളുടെ ചിരകാല ആവശ്യങ്ങളായിരുന്നു. എന്നാൽ ആ കാലം മാറുകയാണ്. സംസ്ഥാന സർക്കാരും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന കിഫ്ബിയും കൈകോർക്കുമ്പോൾ നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വണ്ടൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം, കുടിവെള്ളം, നൈപുണ്യ വികസനം തുടങ്ങിയ ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും വലിയ ഉണർവാണ് ഇന്ന് വണ്ടൂരിൽ ദൃശ്യമാകുന്നത്. ഈ വികസന യാത്രയിൽ നമുക്ക് ആദ്യം പരിശോധിക്കാം നമ്മുടെ നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കിഫ്ബി നൽകുന്ന സാമ്പത്തിക പിന്തുണയോടെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികൾ വണ്ടൂർ മണ്ഡലത്തിന് സമ്മാനിച്ചത് വലിയ നേട്ടങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ
ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ഈ നവീകരണ യജ്ഞം നടത്തുന്നത്. നിരവധി ക്ലസ്റ്റർ പദ്ധതികളിലൂടെ വണ്ടൂർ മണ്ഡലത്തിലെ ഒട്ടനവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ലഭിച്ചു. പുതിയ കെട്ടിടങ്ങൾ, എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ഉപകരണങ്ങളുള്ള സയൻസ് ലാബുകൾ, വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്ന ലൈബ്രറികൾ, വൃത്തിയും വെടുപ്പുമുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയും ഡൈനിങ് ഹാളും, സ്കൂളിന് സുരക്ഷയേകുന്ന ചുറ്റുമതിലുകൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിച്ചത്. അനുവദിച്ച ഫണ്ടിന്റെ വലിയൊരു ശതമാനം ഇതിനകം വിനിയോഗിച്ചു എന്നത് പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പും വേഗതയും എടുത്തു കാണിക്കുന്നു. ഇത് കുട്ടികൾക്ക് പഠിക്കാൻ മികച്ചതും സന്തോഷകരമായ അന്തരീക്ഷം നൽകുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാണെന്ന വിശ്വാസം സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചു. ഇനിയും പുതിയ ക്ലസ്റ്റർ പദ്ധതികൾ കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ഈ രംഗത്തെ തുടർ വികസനത്തിനുള്ള സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പോലെ തന്നെ ഒരു നാടിന്റെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് മികച്ച ഗതാഗത ശൃംഖല. മലയോര മേഖലയായ വണ്ടൂരിന്റെ കാർഷിക, വാണിജ്യ, ടൂറിസം സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾ സുഗമമാക്കുന്നതിനും മികച്ച റോഡുകൾ അനിവാര്യമാണ്. ഈ തിരിച്ചറിവോടെ കിഫ്ബി ധനസഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന നടപ്പാക്കുന്നത് വണ്ടൂരിന്റെ ഗതാഗത ചരിത്രത്തെ നാഴികക്കല്ലുകളാകുന്ന പദ്ധതികളാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേയുടെ നിർണായക ഭാഗങ്ങൾ വണ്ടൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിൽ പൂക്കോട്ടുംപാടം, കളിക്കാവ്, കേരള എസ്റ്റേറ്റ്, കിഴക്കേത്തല, കരുവാരക്കണ്ട് ഭാഗം എടുത്തു പറയേണ്ടതാണ്. ഏകദേശം 27 കിലോമീറ്ററോളം വരുന്ന ഈ മലയോര പാതയുടെ നവീകരണത്തിനായി 131 കോടി 61 ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് പുരോഗമിക്കുന്നത്. വളവുകൾ നിവർത്തി, വീതി കൂട്ടി, BM&BC നിലവാരത്തിൽ ടാർ ചെയ്ത് ആവശ്യമായ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തികളും ഓവുചാലുകളും നിർമ്മിച്ച് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന ഈ പദ്ധതിയുടെ പകുതിയോളം പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. അതുപോലെ കാളിക്കാവിനെയും മേലാറ്റൂരിനെയും ബന്ധിപ്പിക്കുന്ന ചിറക്കൽ മേലാറ്റൂർ ഭാഗവും കരുവാരക്കുണ്ടിലെ പ്രധാന പാതയായ ഉച്ചാരക്കടവ് കഞ്ഞിരംപാറ ഭാഗവും ചേർന്ന 12 കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ നവീകരണത്തിനായി 50 കോടി 57 ലക്ഷം രൂപയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. മലപ്പുറം ജില്ലയിലെ മലയോര ഹൈവേയിൽ അനിവാര്യമായ പാലങ്ങളുടെ നിർമ്മാണത്തിനായി മാത്രം 9 കോടി 17 ലക്ഷം രൂപയുടെ ഒരു പ്രത്യേക പാക്കേജിനും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ മലയോര ഹൈവേ പദ്ധതികൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ വണ്ടൂരിൽ നിന്ന് കോഴിക്കോട്, പാലക്കാട്, നിലമ്പൂർ, മഞ്ചേരി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാസമയം ഗണ്യമായി കുറയും. കാർഷിക ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാനും ചരക്ക് നീക്കം വേഗത്തിലാക്കാനും വണ്ടൂരിനെ ഇതുവരെ പൂർണ്ണമായി ഉപയോഗിക്കാത്ത വിനോദസഞ്ചാര സാധ്യതകൾക്ക് ഉണർവേകാനും ഇത് സഹായിക്കും. ഈ പ്രധാന പാതകൾക്ക് പുറമെ ഗ്രാമീണ മേഖലകളിലെ റോഡ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പുളമണ്ണ, തളിയംകുണ്ട്, വാണിയമ്പലം റോഡിന്റെ ഭാഗം നവീകരിക്കുന്നതിന് 13 കോടി രൂപയുടെ പദ്ധതിയും പള്ളിശ്ശേരി, അമ്പലക്കടവ് റോഡ്, മുണ്ടേങ്ങര, പുള്ളിപ്പാടം, ഓടയിക്കൽ, വീട്ടിക്കുന്ന് റോഡ് എന്നിവയുടെ നവീകരണ പദ്ധതികളും കിഫ്ബിയുടെ സജീവ പരിഗണനയിലുണ്ട് എന്നത്
ഈ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. വിദ്യാഭ്യാസത്തിനും ഗതാഗതത്തിനും നൽകുന്ന അതേ പ്രാധാന്യം സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും നൽകുന്നുണ്ട്. വർഷങ്ങളായി വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന പല പ്രദേശങ്ങൾക്കും ആശ്വാസമാവുകയാണ് കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതികൾ. തിരുവാലി, വണ്ടൂർ പഞ്ചായത്തുകളിലെയും സമീപ ഗ്രാമങ്ങളിലെയും സമഗ്ര ശുദ്ധജല പദ്ധതി ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന 22 കോടി 20 ലക്ഷം രൂപയുടെ ഈ ബൃഹത് പദ്ധതിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിനകം 80% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നത് ഏറെ സന്തോഷകരമാണ്. പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ ഈ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പൈപ്പ് ലൈൻ വഴി ശുദ്ധജലം വീടുകളിൽ ലഭ്യമാകും. കുടിവെള്ളത്തിനായി അലച്ചിലിന് ശാശ്വത പരിഹാരമാകും. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. ആരോഗ്യ പരിപാലന രംഗത്തും കിഫ്ബി പിന്തുണയോടെയുള്ള പദ്ധതികൾ വണ്ടൂരിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 2 പ്രധാന പദ്ധതികളുടെ ഗുണഫലം വണ്ടൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കും നേരിട്ട് ലഭിക്കുന്നുണ്ട്. വൃക്ക രോഗികൾക്ക് താങ്ങും തണലുമായി മാറുന്ന ഡയാലിസിസ് സെന്റർ പദ്ധതികളുടെ ഭാഗമായുള്ള സൗകര്യങ്ങളും പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശികമായി തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനവും ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാകും. ഇത് സാധാരണക്കാരായ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ കുറഞ്ഞ ചെലവിൽ തൊട്ടടുത്ത് ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ മറ്റ് ചില പ്രധാന പദ്ധതികളും വണ്ടൂരിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് കരുത്തേകുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി അന്തസ്സോടെയുള്ള ശാസ്ത്രീയമായ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ സൗകര്യമൊരുക്കുന്ന ആധുനിക ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഇംപാക്ട് കേരള ലിമിറ്റഡ് വഴി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രയോജനം ഈ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. അതുപോലെ യുവജനങ്ങൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ആധുനിക തൊഴിൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ അവസരമൊരുക്കുന്നതിനായി KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയും വണ്ടൂരിലെ യുവതി യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകളും സംരംഭത്വ അവസരങ്ങളും നൽകും. ഈ മലയോര മണ്ണിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയ വികസന മുന്നേറ്റങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് നൽകുന്നത്. മലയോര ഹൈവേ പൂർണ്ണമാകുമ്പോൾ ഗതാഗത രംഗത്ത് ഒരു വിപ്ലവം തന്നെ സംഭവിക്കും. അത് നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകും. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വിദ്യാലയങ്ങൾ അറിവിൻ്റെയും അവസരങ്ങളുടെയും പുതിയ ലോകമാണ് കുട്ടികൾക്ക് തുറക്കുന്നത്. കുടിവെള്ള പദ്ധതി ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദാഹമകറ്റാൻ തയ്യാറെടുക്കുന്നു. ആരോഗ്യരംഗത്ത് മറ്റ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വണ്ടൂരിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ശക്തമായ അടിത്തറ പാകുകയാണ്. ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ അത് വണ്ടൂരിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ പുരോഗതിയുടെയും പ്രതീക്ഷയുടെയും പുതിയ അധ്യായങ്ങളാണ് എഴുതി ചേർക്കുന്നത്. ഈ വികസന മുന്നേറ്റം വണ്ടൂരിനെ കൂടുതൽ ശോഭനമായ, കൂടുതൽ സമൃദ്ധമായ ഒരു ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. വാസവൻ ചേട്ടൻ വൈറലായി മാറി, ലീലമ്മ യൂട്യൂബറായി, ഹൈടെക്കായി കേരളം മാറി. എന്നാ സ്പീഡാ കേരള മിഷൻ. ഇന്ദിര ചേച്ചിക്കും ഇൻസ്റ്റ, ഇത് ഗോപാലൻ ചേട്ടന്റെ വ്ലോഗാ, അയ്യാരി ചേട്ടന്റെ FB, അതിൽ പോസ്റ്റെല്ലാം അമ്പൻ ഹിറ്റാ. നാടാകെ ഇന്റർനെറ്റായി, സോ നാട്ടാര് മൊത്തം ഓണായി. കേരളം മാറും, വേഗത്തിൽ മാറാനായി നാട്ടാർക്കായി നവകേരള പ്ലാൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി, എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും ഇന്റർനെറ്റ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതലുള്ള ഭാഗങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് കുടിവെള്ളം എത്തിക്കുന്നുള്ള ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും പച്ചക്കറി ഉണ്ടാകണമെന്ന് ഒരു പച്ചക്കറി തോട്ടമില്ലാത്ത ഒരു വീട് പോലും ഈ പഞ്ചായത്തിലില്ല. സ്വാഭാവികമായും അതിൽ നിന്നൊരു പ്രത്യേകമായ വരുമാനം കണ്ടെത്തുന്ന തരത്തിലേക്ക് നമുക്ക് അതിനെ ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഈ ഗ്രാമപഞ്ചായത്തിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 95% പാടശേഖരങ്ങളും കൃഷി യോഗ്യമാക്കുകയും അവിടെ എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. പഞ്ചായത്തുകളുടെ വികസന വഴികളും ഇനി മുന്നേറാനുള്ള പാതകളും കാണാം എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് തത്സമയം കേരള വിഷൻ ന്യൂസിൽ എന്റെ പഞ്ചായത്ത്. പുനഃസംരക്ഷണം രാത്രി 8:30-നും രാവിലെ 8:30-നും. ഒപ്പം കേരള വിഷൻ ന്യൂസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും. എന്റെ പഞ്ചായത്ത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരായ ലഹരി കേസിലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഷൈൻ ടോം ചാക്കോയെ ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുമെന്നും ഷൈൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും കേസിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷണർ.